ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ്. ഇത് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ പാനിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ 2 ആപ്പിൾ ഒന്ന് സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കുരുവിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ചെറിയ ടിന്നിൻ്റെ അടപ്പ് എന്തെങ്കിലും എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ കത്തിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ഒരു ചെറിയ അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് നല്ല റൗണ്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അടുപ്പായതുകൊണ്ടാണ് കേട്ടോ. നല്ല ഷാർപ്പായിട്ടുള്ള അടുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് പാനിലാണോ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു പാനിൽ ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ ഓയിൽ ഒഴിക്കണ്ട. ഓയിൽ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല ആപ്പിളിന്. ബട്ടർ ആകുമ്പോഴാണ്, ബട്ടറും പഞ്ചസാരയും ആപ്പിളും കൂടെ ആകുമ്പോൾ നല്ലൊരു കാരമൽ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ഇതുപോലെ നമുക്കൊന്ന് വെതറി കൊടുക്കാം. ഒരുപാട് ആവണ്ട, നല്ലൊരു 3 ടീസ്പൂൺ നിറച്ചിട്ട് തന്നെ എടുക്കുക. ഇനി എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ഇത് വെച്ചിട്ടുള്ള ആപ്പിളിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം ഇതിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പൊടി ഒന്ന് അരിച്ചെടുക്കുകയാണ്. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിൻ്റെ നൈസ് പൊടിയാണ് കേട്ടോ. തരിയില്ലാത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. 1 കപ്പ് കറക്റ്റായിട്ട് അളന്നിട്ട് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഉപ്പ് മതി. ഇനി ഇത് നല്ല പോലെ നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ബേക്കിംഗ് പൗഡറൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ ഒന്നുകൂടെ അത് അരിപ്പയിലേക്ക് ഇട്ടിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. ഇനി ഈ പൊടി നമുക്ക് ഇതുപോലെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ മുട്ട ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ല പോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പതിപ്പിച്ചെടുത്താൽ മതി. ഒരു 8-10 മിനിറ്റ് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പതഞ്ഞ് വരും കേട്ടോ മുട്ട. ബീറ്റർ ഇല്ലെങ്കിലും നമ്മൾ സമയം കുറവ് കാരണം തന്നെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നിച്ച് ചേർക്കണമെന്നില്ല, കുറേശ്ശെ ഇട്ടിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വിസ്ക് വെച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി പഞ്ചസാരയും മുട്ടയും കൂടെ നല്ല പോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നാലേ കേക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നല്ല പോലെ ഇതൊന്ന് പതിപ്പിച്ചെടുക്കുക. കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ബീറ്റർ ഇല്ലാത്തവർ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. വാനില എസൻസ് നമ്മൾ മുട്ട ഈ ഒരു പതിപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ആ ഒരു മണം തീരെ ഉണ്ടാവില്ല കേട്ടോ. ലാസ്റ്റ് വാനില എസൻസ് ഒഴിക്കുമ്പോഴാണ് ഈ മുട്ടയുടെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് വരുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഓയിൽ ആവശ്യമില്ല. ഓയിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു നനവ് പോലെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഓയിൽ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. 3 ടേബിൾ സ്പൂണേ ഞാൻ ഇതിനെടുത്തിട്ടുള്ളൂ. നല്ല ഡ്രൈ ആയിട്ട് നല്ല കേക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ആപ്പിളിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്താണ്. അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടി കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല.
മുട്ട ഒന്ന് പതയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബീറ്റർ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് കൈ വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടെ സമയം എടുത്തിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പൊടി ഒരു 2-3 പ്രാവശ്യമായിട്ട് ഞാനിതിലേക്ക് കുറേ ഷെഡ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, അപ്പോൾ നമ്മൾ ആ ഒരു പതിഞ്ഞിട്ടുള്ള ആ ഒരു മുട്ടയുടെ ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് താഴ്ന്നു പോവും. ഇനി ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആപ്പിളിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരുപാട് തട്ടി കൊടുക്കരുത് കേട്ടോ. ഒരുപാട് തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ സ്ലൈസൊക്കെ പൊങ്ങി വരും. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നത്. ഒരു തവയാണ് ഞാനിപ്പോൾ ചൂടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ മുകൾക്കാണ് നമ്മൾ കേക്ക് ബാറ്ററിൻ്റെ ഈ ഒരു പാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ലിഡിൻ്റെ ആ ഒരു ഹോൾ ഭാഗം എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 25 മിനിറ്റിന് ശേഷം മാത്രം നിങ്ങളൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. ഗ്ലാസിൻ്റെ അടപ്പായത് കാരണം തന്നെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് തുറന്നാൽ മതി. അതിന് മുൻപ് നിങ്ങൾ തുറക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കേക്ക് നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നല്ല ഡ്രൈ ആയിട്ട് നല്ല കേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗമൊക്കെ കരിയാണ്ട് തന്നെ നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി മുട്ട ചേർക്കാതെയാണ് നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈദയിൽ ചെയ്താൽ മതി കേട്ടോ. അരിപ്പൊടിയിലാകുമ്പോൾ മുട്ട ചേർത്തിട്ട് തന്നെ ചെയ്യണം. എന്നാലും നമുക്ക് കറക്റ്റ് ആ നല്ലൊരു സോഫ്റ്റായിട്ട് തന്നെ കേക്ക് കിട്ടുള്ളൂ. ഇതൊരു ചെറിയൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ഗാർണിഷ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്, കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.